ജീവിതത്തിൽ ഒരു വ്യക്തിയെ സ്നേഹിക്കുന്നത് ഉം. തെറ്റാണോ? തെറ്റാണോ? അല്ല. അല്ലല്ലോ. അപ്പൊ എനിക്കും തെറ്റല്ല. പക്ഷെ ആ സ്നേഹിച്ചതിന്റെ പേരില് ആ. ഒരുപാട് പഴി കേട്ടിട്ടില്ലേ അമ്മേ? അതെ, വിമർശനങ്ങൾ വിമർശനങ്ങൾ കേൾക്കുന്നുണ്ട്, കേട്ടുകൊണ്ടേയിരിക്കുന്നു. അതെ. ഇനിയിപ്പോ അത് എനിക്ക് തോന്നുന്നു ലൈഫ് ലോങ് ഉണ്ടാവും. ഉണ്ടാവും. അഡ്മിറ്റഡ് ആണ്, കുഴപ്പമില്ല. ആളുകളുടെ വായ അടപ്പിക്കാൻ നമ്മളെ കൊണ്ട് പറ്റത്തില്ല. ഇല്ല, പറയുന്നവര് പറഞ്ഞുകൊണ്ടേയിരിക്കും. അറിയാവുന്നവര് വരെ കഥ മെനഞ്ഞുണ്ടാക്കുമ്പോ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? മൈൻഡ് ചെയ്യണം. ഈ ജിഷിൻ തന്നെ ഒരു തുറന്ന പുസ്തകമാണെന്ന് പലപ്പോഴും ആളുകൾക്കും അറിയാം, പ്രത്യേകിച്ച് ആളുകളെക്കാൾ അമ്മയ്ക്കും അറിയാം. അതെ. അമ്മയാണെ പോലും ചിന്തിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും ജിഷിൻ പറഞ്ഞൊരു വാക്കുണ്ട്, ഞാൻ ഡ്രഗ്സിന് അടിമയായിരുന്നു ഒരു സമയത്ത്. അതെ. അങ്ങനെ തുറന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടോ എന്ന് ചോദിച്ചാൽ സംശയമാ. ഇല്ല, അങ്ങനെ ജിഷിൻ തുറന്ന് പറഞ്ഞ എല്ലാവർക്കും ഫേക്ക് പേഴ്സണാലിറ്റി അല്ലേ ഇഷ്ടം. അതെ ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല. കള്ളോ, ഓ കള്ള് കുടിക്കോ, അങ്ങനെ കുടിക്കാൻ കൊള്ളാവോ, ഇങ്ങനെ പറയുന്നവരല്ലേ എല്ലാവർക്കും അതെ. ഇഷ്ടം. പക്ഷെ ഞാൻ കുടിക്കും എന്ന് പറയുന്നത് കുടിച്ച മോശമാണോ അത്? ഇപ്പൊ എനിക്ക് അങ്ങനെ ഇല്ല. കള്ള് കുടിക്കുന്നവര് മോശംകാരാണ്, കള്ള് കുടിക്കാത്തവര് നല്ലവരാണ്, അങ്ങനെ എനിക്കില്ല. കാരണം കള്ള് കുടിച്ചിട്ട് തന്നെ ഒരുപാട് വൃത്തികേടുകൾ ചെയ്യുന്ന എത്രയോ പേരുണ്ട്. അപ്പൊ അതുപോലെ തന്നെ അറ്റ് ദ സെയിം ടൈം കുടിക്കാതെ ഇതൊന്നും ചെയ്യാതിരുന്നിട്ട് ഭയങ്കര മോശം കാര്യങ്ങൾ മീൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രൈം ചെയ്യുന്ന അതെ ആൾക്കാരുണ്ട് അതെ അല്ലേ? ഇപ്പോ സ്ത്രീകളെ ഉപദ്രവിക്കുന്നവരുണ്ട്. അവര് പുറത്ത് നോക്കുമ്പോ ഭയങ്കര പാവം. ആ കള്ള് കുടിക്കില്ല, അല്ലെങ്കിൽ ഇങ്ങനെയൊന്നുള്ള കൂട്ടുകെട്ടുകളില്ല. പുറത്തുനിന്ന് നമ്മൾ നോക്കിയാൽ ഭയങ്കര ഒരു സ്ട്രേറ്റ് ഫോർവേഡ് പേഴ്സൺ ആയിരിക്കും. അത് എനിക്ക് തോന്നുന്നു ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ഒറ്റ വാക്കിൽ നന്മമരമെന്ന് പറയല്ലേ? അതെ, നന്മപരമായിട്ട് നിന്നിട്ട് ആ. വീട്ടില് സ്വന്തം അച്ഛനെ അമ്മേനെ അടിക്കുക. എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയൊന്നും ചെയ്യുന്ന ഒരു